സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്നലെ ഞാൻ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെങ്കിലും ആപേക്ഷികതാ സിദ്ധാന്തത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ ശാസ്ത്രീയമായ ഒരു അപ്ഗ്രഡേഷൻ ആവശ്യമാണ് എന്ന നിലയ്ക്ക് ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മാത്രമാണോ വേണ്ടത്? ഒരിക്കലുമല്ല. ശാസ്ത്രീയമായ ഒരു പ്രതിഭാസം ഏതെങ്കിലും ഒരു പാർട്ടിക്കോ ഒരു സമൂഹത്തിനോ ഒരു വ്യക്തിക്കോ ഉള്ളതല്ല. അത് പ്രപഞ്ചത്തിലെ എല്ലാ മനുഷ്യർക്കും, എല്ലാ തരിക്ക് പോലും, മൺതരിക്ക് പോലും ശാസ്ത്രം പൊതുവാണ്, ബാധകമാണ്, പ്രാപഞ്ചികമാണ്. അപ്പോൾ എന്തായാലും ഈ സാമാന്യ ആപേക്ഷികത കൊണ്ട് അതിൻ്റെ മുമ്പുണ്ടായിരുന്ന കേവല ദർശനങ്ങൾ, ശരി തെറ്റ്, തെറ്റ് ശരി, സത്യം അബദ്ധം, സത്യം അസത്യം, സത്യം നുണ, ഇങ്ങനെയുള്ള പല വിഭജനം സാധ്യമായിരുന്നു. അതിന് ഒരു അവസാനം വന്നത് 1905 ആൽബർട്ട് ഐൻസ്റ്റൈൻ അവതരിപ്പിച്ച പ്രത്യേക ആപേക്ഷികത സിദ്ധാന്തം അനുസരിച്ച് അത് പിന്നീട് വിപുലീകരിച്ച് റിവൈസ് ചെയ്ത് 1915 സാമാന്യ ആപേക്ഷിക സിദ്ധാന്തം, പൊതു ആപേക്ഷിക സിദ്ധാന്തം, അല്ലെങ്കിൽ പ്രാപഞ്ചിക ആപേക്ഷിക സിദ്ധാന്തം എന്ന രീതിയിൽ വന്നു. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ളത്? അതിന് മുമ്പുണ്ടായിരുന്ന ന്യൂട്ടോണിയൻ ഫിസിക്സും ഈ ആപേക്ഷിക സിദ്ധാന്തവും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായൊരു വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ഒരു ശാസ്ത്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി പ്രതിഭാസങ്ങളെ കൂടുതൽ ഗൗരവത്തോടുകൂടി വീക്ഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ വ്യത്യാസമാണ്. എന്താണ് വ്യത്യാസം? നിങ്ങൾ ന്യൂട്ടൻ്റെ വളരെ പ്രസിദ്ധമായ ലോസ് ഓഫ് മോഷൻ കേട്ടിട്ടില്ലേ? അതായത് ന്യൂട്ടൻ്റെ 3 നിയമങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അതിലാദ്യത്തെ നിയമം നിങ്ങൾ നോക്ക്. അതിൽ ഒരു വസ്തു സ്ഥിരമോ അല്ലെങ്കിൽ പ്രയാണത്തിലോ ആണെങ്കിൽ, അല്ലെങ്കിൽ സ്ഥായിയായി നിൽക്കുകയോ റെസ്റ്റിലോ മോഷനിലോ ആണെങ്കിൽ അത് അങ്ങനെ തന്നെ തുടരും.
പുറമേ നിന്നുള്ള ഒരു ഫോഴ്സ്, ഒരു ശക്തി അതിൽ ചെലുത്താത്തിടത്തോളം കാലം എന്നാണ് ന്യൂട്ടൻ്റെ ആദ്യത്തെ ചലന നിയമം. നേരെ മറിച്ച് അത് ഒന്ന് വിശകലനം ചെയ്താൽ മതി. അതിൽ എന്തായാലും ചലനം എന്നത് ഒരു സ്ഥായിയാണെന്നും ചലനം ഉണ്ടാവുന്നത് തന്നെ ബാഹ്യമായ ഒരു വസ്തുവിൽ നിന്നാണെന്നുമുള്ള ഒരു ധ്വനി അതിലുണ്ട്. നേരെ മറിച്ച് ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തത്തിൽ അങ്ങനെയല്ല. അതായത് അതുവരെ പ്രപഞ്ചത്തിലെ മാറ്റം അല്ലെങ്കിൽ ചലനം അല്ലെങ്കിൽ സമയം, ഇതൊക്കെ സമയം എന്നത് മാറ്റത്തിൻ്റെ ഒരളവാണ്, യൂണിറ്റാണ്. ഈ മാറ്റം എന്നത് ഒരു വസ്തുവിൻ്റെ അകത്തുള്ളതല്ല, അതിന് ഉൾപ്പെട്ടതല്ല, അത് പുറമേ നിന്നുള്ളതാണ്. പുറമേ നിന്ന് അതിൻ്റെ മേൽ ചെലുത്തുന്നതാണ്. ഇതാണ് ന്യൂട്ടോണിയൻ ഫിസിക്സിൻ്റെ കാതൽ. കുഴപ്പമില്ല. നേരെ മറിച്ച് 20ാം നൂറ്റാണ്ടോടുകൂടി അതിനൊരു വീക്ഷണ മാറ്റം വന്നു. അതിൽ ഈ ചലനം കൂടി ഉണ്ടെങ്കിൽ ഈ വസ്തു തന്നെ ഉള്ളൂ എന്ന നിലയിലേക്ക് ആണ് ആപേക്ഷികതാ സിദ്ധാന്തവും അതേപോലെ ക്വാണ്ടം സിദ്ധാന്തവും എത്തിക്കുന്നത്. അതായത് ചലനം എന്നത് വസ്തുവിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ഒരു വസ്തുതയാണെന്നും ഒരു മാനമാണെന്നും നീളം, വീതി, ഉയരം എന്നത് ഒരു വസ്തുവിൻ്റെ നിലനിൽപ്പിനാധാരമാകുന്നത് പോലെ മാറ്റവും ആ വസ്തുവിന് ആധാരമാണെന്നും എന്ന ഒരു വസ്തുത അടിവരയിട്ടു. ഇതാണ് അതിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ചെറിയ വ്യത്യാസമല്ല, ഇതൊരു വലിയ വ്യത്യാസമാണ്. അതോടുകൂടി മാറ്റം എന്നതിന് പുറമെ നിന്നുള്ള ഒരു വസ്തുവിൻ്റെയും ആവശ്യമില്ല. അതിന് തന്നെ സ്ഥായിയായി മാറാൻ കഴിയും, മാറും. അത് നിങ്ങൾ സൂക്ഷ്മതലത്തിൽ നോക്കിയാലും സൂക്ഷ്മ പ്രപഞ്ചത്തിലും അങ്ങനെ കാണാം. ഇപ്പോൾ ഇലക്ട്രോണ് കറങ്ങിക്കൊണ്ടേയിരിക്കും, സ്പിൻ ചെയ്തുകൊണ്ടേയിരിക്കും, ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു, സൂര്യൻ ഗാലക്സിയുടെ സെൻറ്ററിന് ചുറ്റും കറങ്ങുന്നു. ഇങ്ങനെ ലോകം മുഴുക്കെ നോക്കിയാൽ, പ്രപഞ്ചം മുഴുക്കെ നോക്കിയാൽ ഈ ചലനം എന്നത്
സ്വാഭാവികമാണെന്നും ചലനമില്ലെങ്കിൽ എന്താണ്, വസ്തു തന്നെ ഇല്ല എന്നൊരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. അതാണ് ഈ 20ാം നൂറ്റാണ്ടോടെ ഉണ്ടായ ശാസ്ത്രത്തിൻ്റെ മാറ്റം. അതായത് അതിനു മുമ്പേ ചലനം ഉണ്ടായിരുന്നു. ചലനം എന്നത് അനിവാര്യമായിരുന്നു. പക്ഷെ അത് പുറമെ നിന്ന് വരുന്നതാണ്. നേരെ മറിച്ച് ഈ 20ാം നൂറ്റാണ്ടോടുകൂടി ചലനം എന്നത് ആന്തരികമായിട്ടുള്ളത് തന്നെയാണ്. ചലനമില്ലെങ്കിൽ വസ്തു തന്നെ ഇല്ല എന്ന അവസ്ഥയിലേക്ക് എത്തും. മാത്രമല്ല ഈ ചലനം എന്ന് പറഞ്ഞാൽ വെറുതെ എന്തെങ്കിലും ചലിക്കുക അല്ല, കൃത്യമായ കണിശമായ വ്യവസ്ഥാപിതമായ ചലനങ്ങളാണ്. അത് കൃത്യം എന്നാണ് അർത്ഥം. ഒരു അങ്ങോട്ടും അണയിണ തെറ്റുന്ന തല്ല ചലനം. അത് ഓരോ പ്രപഞ്ചത്തിലെ ഓരോ ഇലക്ട്രോൺ ആയിക്കോട്ടെ, ഗ്രഹമായിക്കോട്ടെ, അല്ലെങ്കിൽ സ്റ്റാർ ആയിക്കോട്ടെ, എല്ലാത്തിനും അതിൻ്റേതായ സഞ്ചാരപഥങ്ങളിലൂടെ കൃത്യവും കണിശവും വ്യവസ്ഥാപിതമായി ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അങ്ങനെ എന്തൊക്കെ ചലനങ്ങളും നമ്മൾ ഒന്നാമത്തെ ചലനം ഭൗതിക വസ്തുക്കളിലുള്ള ചലനം. ഏറ്റവും സൂക്ഷ്മമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരാറ്റം, ഈ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് തിരിയുന്നു, അതിൻ്റെ ചുറ്റുമുള്ള ഇലക്ട്രോൺസ് തിരിയുന്നു. ഇതൊക്കെ പ്രത്യേക, അത് നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവും ഈ കെമിസ്ട്രിയിൽ. നമ്മൾ ഓരോ ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസ്, ഓരോ മൂലകങ്ങളിലും ഉള്ള ഇലക്ട്രോൺസ്, ആ ഇലക്ട്രോൺസിൻ്റെ ചലനം, അത് മാറുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, ഒരു ഓർബിറ്റിൽ നിന്ന് വേറെ ഓർബിറ്റിലേക്ക്, ഇങ്ങനെ എന്തായാലും ആ ചലനം എന്നത് സ്ഥായിയാണ്. അത് അങ്ങനെ, അത് മാത്രമല്ല, അതിപ്പോൾ ഭൗമഗോളത്തിൻ്റെ ആണെങ്കിലും ചന്ദ്രഗോളത്തിൻ്റെ ആണെങ്കിലും മറ്റ് ഗ്രഹങ്ങളുടെ ആണെങ്കിലും മറ്റ് നക്ഷത്രങ്ങളുടെ ആണെങ്കിലും ഈ ചലനം നടന്നുകൊണ്ടേ ഇരിക്കുന്നു. അതാണ് ഒരു ചലനം. പിന്നെ അടുത്തൊരു ചലനം, അത് അപ്പോൾ എന്തായാലും വ്യവസ്ഥാപിതമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതേപോലെ മറ്റൊരു ചലനമാണ് ജൈവ വസ്തുക്കളുടെ വളർച്ച, വികാസം, മാറ്റം. ഉദാഹരണമായിട്ട് ഒരു ചക്കക്കുരു അതിന് പറ്റിയ രീതിയിലുള്ള ആവാസ വ്യവസ്ഥയിൽ ഒരു സാഹചര്യങ്ങളിൽ, എൻവയൺമെൻറ്റിൽ, പരിസ്ഥിതിയിൽ അത് മുളക്കാൻ തുടങ്ങും. മുളച്ചതിൻ്റെ വേരുകൾ താഴേക്ക് മണ്ണിലേക്ക് ചാടും. അവിടെയുള്ള സൂര്യപ്രകാശം ഉപയോഗിച്ചിട്ട് അത് പച്ചിലകൾ ഉണ്ടാക്കും. അങ്ങനെ വളർന്ന് വലിയൊരു പ്ലാവാകും. ഈ പ്ലാവായി അതിൽ ചക്ക ഉണ്ടാവും, ചക്കയിൽ കുരു ഉണ്ടാവും. ഈ കുരു മുളച്ച് രണ്ടാമത് ഇതേ പ്ലാവ് പോലെ മറ്റൊരു പ്ലാവ് ഉണ്ടാവാം. അങ്ങനെയല്ല, അതായത് മാറ്റം അനുസ്യൂതം സംഭവിക്കുന്നു.
എപ്പം മാറ്റം നിലനിൽക്കുന്നോ അതോടുകൂടി ആ പ്ലാവില്ലാതാവും. ജീവൻ അതിൽ നിലനിൽക്കുന്നിടത്തോളം അതങ്ങനെ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പം മാറ്റം അവിടെയും കൃത്യമാണ്, കണിശമാണ്, സദിശമാണ്, ദിശയോട് നിശ്ചയിക്കപ്പെട്ട ദിശയോട് കൂടിയതാണ്. ഇതേപോലെയാണ് മറ്റൊരു തരം മാറ്റം പറയാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് മനുഷ്യൻ്റെ അറിവിൻ്റെ മാറ്റം, ശാസ്ത്രത്തിൻ്റെ വികാസം. അതാദ്യം നമ്മൾ തീ കണ്ടുപിടിച്ചു. അതേപോലെ അമ്പ്, വില്ല്, വടി, അങ്ങനെ തുടങ്ങി പിന്നെ നമ്മൾ മെറ്റൽസ്, അല്ലെങ്കിൽ മലയാളം വരുന്നില്ലല്ലോ, ഇരുമ്പ്, ചെമ്പ്, സ്വർണം, അങ്ങനെയുള്ള വസ്തുക്കൾ മെറ്റൽസ് കണ്ടെത്തി. അവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി. അവ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാമെന്നും എങ്ങനെ തീ ഉപയോഗിച്ചിട്ട് അതിനെ മെരുക്കാമെന്നും പഠിച്ചു. അങ്ങനെ ശാസ്ത്രം വളർന്നുകൊണ്ടേയിരുന്നു. അതിപ്പോൾ എവിടെ എത്തി നോക്കുക. അങ്ങനെ ഈ ശാസ്ത്രത്തിൻ്റെ വളർച്ച കൂടി വന്നു. മാത്രമല്ല, ചുറ്റും ഒരു പ്രത്യേക കാലഘട്ടം വന്നപ്പോൾ അതിൽപ്പെട്ട യന്ത്രങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങി. അതായത് അതുവരെ ചലിക്കുന്ന വസ്തുക്കൾ, ജീവനുള്ള വസ്തുക്കൾക്ക് മാത്രമേ ചലിക്കാൻ കഴിയുമായിരുന്നു. നേരെ മറിച്ച് ഒരു തീവണ്ടി, ഒരു സ്റ്റീം എൻജിൻ, ഒരു ഫാക്ടറി എൻജിൻ, ഇതൊക്കെ കണ്ടെത്തിയോടുകൂടി ഭയങ്കരമായ മാറ്റങ്ങൾ. അത് പിന്നീടും കുറേ കാലം കഴിഞ്ഞോടുകൂടി 20-ാം നൂറ്റാണ്ടോടുകൂടി ആ മെക്കാനിക്കലായിട്ടുള്ള യന്ത്രങ്ങൾക്ക് പകരം ഇലക്ട്രോ മാഗ്നറ്റിക് യന്ത്രങ്ങളും മറ്റ് പല ശക്തികളും, ഇപ്പോൾ ലേസർ, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം, ഇങ്ങനെ പല വസ്തുക്കളും നമ്മുടെ ജീവിതത്തിൽ പല ഉപകരണങ്ങളും ഉണ്ടാക്കി. ഈ ഉപകരണങ്ങളൊക്കെ തന്നെ മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങളെ മാറ്റാനുള്ള ഉപാധികളായി, അല്ലെങ്കിൽ അടിത്തറയായി, അതായത് മനുഷ്യൻ്റെ ജീവിത രീതികൾ മാറ്റാൻ ഓരോ ഉപകരണവും സഹായിച്ചു. ഇങ്ങനെ ഓരോ ഉപകരണങ്ങളും സഹായിച്ചതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ സാമൂഹ്യ ബന്ധങ്ങൾ മാറിക്കൊണ്ടേയിരുന്നു. ഓരോ കാലത്തും അതാത് കാലത്ത് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെയും ആ സമൂഹത്തിൻ്റെ ജീവിക്കുന്ന കാലാവസ്ഥയുടെയും ഭൂപ്രകൃതിയുടെയും മറ്റും ഫലമായി ആ കാലഘട്ടത്തിൽ സാമൂഹ്യ വ്യവസ്ഥകൾ നിലനിന്നു. അങ്ങനെ മാത്രമല്ല, ഈ ഉപകരണങ്ങളിൽ ഏറ്റവും ഭീകരനായ ഒരു ഉപകരണം
മനുഷ്യൻ കണ്ടുപിടിച്ച ഉരുത്തിരിച്ചെടുത്ത ഭാഷ എന്ന ഉപകരണമാണ്. സാധാരണ നിലക്ക് തന്നെ അവൻ്റെ ഈ വോക്കൽ കോളം, അതായത് വായമണ്ഡലം തമ്മിലുള്ള ബന്ധത്തിലൂടെ വ്യത്യസ്ത ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാനുള്ള കഴിവും അതുപയോഗിച്ച് അതിനെ മോഡുലേറ്റ് ചെയ്ത് വ്യത്യസ്ത വസ്തുക്കളെ കുറിച്ചിട്ടുള്ള ശബ്ദങ്ങൾ അല്ലെങ്കിൽ സിമ്പിൾസ്, പ്രതീകങ്ങൾ ഉപയോഗിച്ച് അവൻ ആശയവിനിമയം പഠിച്ചു. ഈ ആശയവിനിമയം അവനെ കൂടുതൽ ഉന്നതമായ ഒരു തലത്തിലേക്ക്, മറ്റൊരു ജീവിക്കും എത്തിപ്പെടാനാവാത്ത ഒരു പുതിയ മാനസിക, സാംസ്കാരിക, ആത്മീയ സാഹചര്യത്തിലേക്ക് അവനെ എത്തിച്ചു. അതുവരെ ഭൗതിക തലത്തിൽ അവന് ഭൗതിക ലോകം മാത്രമേ ഉണ്ടായിരുന്നു. ഈ ഭാഷ എന്ന സിംബോളിക് ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ പ്രതീകങ്ങളുടെ വിനിമയം സ്വായത്തമാക്കിയതോടുകൂടി ഉള്ളതും ഇല്ലാത്തതും അവന് ഒരേപോലെ കൈകാര്യം ചെയ്യാനായി. അങ്ങനെയാണ് അവന് ഒരു ആത്മീയ പ്രപഞ്ചം, മാനസിക പ്രപഞ്ചം എന്നത് സ്വന്തമാക്കാനായത്. അതേപോലെ കീഴടക്കാനായത്. ഈ ആത്മീയ പ്രപഞ്ചം അവൻ്റെ ബന്ധങ്ങളെ, അവൻ്റെ വികാസത്തെ, സാമൂഹ്യ വികാസത്തെ ഒട്ടൊന്നുമല്ല സഹായിച്ചത്. ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മളെ പൂജ്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഒന്നുമല്ലാത്തതിനൊരു സങ്കല്പം കൊടുത്തതാണ്. ഒന്നുമില്ല, 1, 2, 3, 4 അതൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമായിരിക്കും. അങ്ങനെ 1 എന്ന് പറഞ്ഞാൽ ഒരു പോത്ത്, 2 പോത്ത്, 4 പോത്ത്, 10 പോത്ത് ഒക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം. നേരെ മറിച്ച് 0 പോത്തില്ലല്ലോ. ആ 0ത്തിന് നമ്മൾ ഒരു പ്രത്യേക അടയാളം കൊടുത്തതോടുകൂടി, സങ്കല്പം കൊടുത്തതോടുകൂടി പിന്നെ നമുക്ക് എല്ലാ എണ്ണത്തിനെയും ആ 0ത്തിൻ്റെ ചെപ്പിൽ ഒളിപ്പിക്കാനായി. അതേപോലെ ദൈവം, പിശാച്, മറുത, ആനമറുത, പ്രേതം, ജിന്ന്, ശൈത്താന് ഇതൊക്കെ തന്നെ നമ്മുടെ മനുഷ്യൻ്റെ അവകാശങ്ങളായി, മനുഷ്യൻ്റെ സമ്പത്തായി. ഇവക്കൊക്കെ തന്നെ ഈ ഓരോ സങ്കല്പങ്ങൾക്കും അവയുടേതായ ഫങ്ഷൻ ഉണ്ട് കേട്ടോ, ഒരു ജോലി ഉണ്ട്, അതവ ചെയ്യുന്നുണ്ടാവും. അപ്പം അങ്ങനെ ഈ ഓരോ ഉപകരണങ്ങളും മനുഷ്യനെ സഹായിച്ചു കൊണ്ടേയിരുന്നു. അതിലേറ്റവും അവസാനം നമ്മളിപ്പോൾ എവിടെ എത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓരോ നിമിഷവും ഓരോ ദിവസവും നമ്മൾ കുതിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കാരണം നമ്മൾ പുതിയ പുതിയ ഉപകരണങ്ങൾ, കാരണം ഇപ്പം നമുക്ക് മനസ്സിലായി ലോകത്തെ ഒന്നും നമുക്കറിയില്ല. നമുക്കറിയുന്നതും ഇത്രയും കാലത്തെ 10,000 കൊല്ലത്തെ മനുഷ്യൻ്റെ വിവരങ്ങളൊക്കെ വളരെ കുറവാണെന്ന്
ഓരോ ആറ്റത്തിലേക്കും ഇലക്ട്രോണിലേക്കും പാർട്ടിക്കിൾസിലേക്കും പോകുന്നതോടുകൂടി നമ്മുടെ അജ്ഞത കൂടുതൽ മനസ്സിലാവുകയാണെന്ന്. അതുകൊണ്ട് തന്നെ അത് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഇപ്പോൾ നിങ്ങൾ തന്നെ നോക്കിയാൽ മതി, ഓരോ പുതിയ കണ്ടെത്തലുകൾ നാം നടത്തിക്കൊണ്ടിരിക്കുക. ഒക്കെ ശാസ്ത്രത്തിൽ അകത്തുള്ളത് തന്നെയാണ്, നമുക്കിപ്പോൾ അറിയില്ല എന്നുണ്ട്. ഓരോ കാലത്തും പുതിയ പല വസ്തുക്കളും നാം കണ്ടെത്തിക്കൊണ്ടേയിരിക്കുന്നു. അത് അനുസ്യൂതം തുടരാനാണ് സാധ്യത. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ പ്രത്യേകിച്ച് ഇപ്പോഴും ഒന്നും ആയിട്ടില്ല. അവൻ്റെ വിവരമൊക്കെ വികസിച്ചു കൊണ്ടേയിരിക്കുന്നു, മാറിക്കൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്, എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനത്തെ ഒരവസ്ഥയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്. പക്ഷേ എല്ലാ സ്ഥാപനവൽക്കരണത്തിനും അതിൻ്റെ നിലനിൽപ്പിന് ആധാരമായ പല അനുഷ്ഠാനങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനവൽക്കരണത്തോടുകൂടി അതിന് ഒരു പുതിയതായിട്ടുള്ള മാറ്റങ്ങളെ സ്വീകരിക്കാനുള്ള കഴിവ് കുറയും. ആ സ്ഥാപനവൽക്കരണത്തെ നാം തച്ചു തകർക്കുകയും പുതുതായി വരുന്ന ആശയങ്ങളെ കൂടുതൽ വേഗത്തിൽ തിരിച്ചറിയാനും സ്വാംശീകരിക്കാനും സ്വീകരിക്കാനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കാണ് എന്നതുകൊണ്ടാണ് അവരെ ഞാൻ ആദ്യം പറഞ്ഞത്. മറ്റുള്ളവർക്കൊക്കെ തന്നെ ഈ മാറ്റം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അവരെന്തായാലും മാർക്കുണ്ട്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ ജനാധിപത്യം, സോഷ്യലിസം പോലുള്ള മുദ്രാവാക്യങ്ങളൊക്കെ ആശയങ്ങളൊക്കെ തന്നെ പല മതങ്ങളും സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇസ്ലാമിക് സോഷ്യലിസം നിങ്ങൾ കേട്ടിട്ടില്ലേ? ക്രിസ്തീയ ജനാധിപത്യം, ക്രിസ്തീയ സോഷ്യലിസം, ഇതേപോലെ ഈ ആശയങ്ങളൊക്കെ തന്നെ അവയ്ക്കും വരുന്നുണ്ട്. മാത്രമല്ല, അത് വരാതിരിക്കാൻ ഒരു നിർവാഹമില്ല. കാരണം ഉപകരണങ്ങളാണ് യഥാർത്ഥത്തെ നമ്മെ ഭരിക്കുന്നത്. ഉപകരണങ്ങളാണ് യഥാർത്ഥത്തിൽ സാമൂഹ്യ ബന്ധങ്ങൾക്ക് അടിസ്ഥാനം എന്ന് കണ്ടെത്തി സൂചിപ്പിച്ച ആള് കാറൽ മാർക്സാണ്. ഈ ഉപകരണങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ ആശയതലത്തിലുള്ള അടിത്തറ നഷ്ടപ്പെടുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കാത്തത്. ഇത് ഈ മതങ്ങളും സ്ഥാപനങ്ങളും മാറാനുള്ള റെസിസ്റ്റൻസ് വളരെ കൂടുതലായിട്ട് ചരിത്രമായമായി നേടിയത് കൊണ്ട് മാത്രമാണ്. അതെന്തായാലും അവരും മാറിക്കോളും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 21-ാം നൂറ്റാണ്ടോടുകൂടി നമ്മൾ മാറുന്നതോടുകൂടി തന്നെ ഈ യഥാർത്ഥത്തിൽ ഇതുവരെയുള്ള എല്ലാ ദർശനങ്ങളും തത്വചിന്തകളും
ജീവിത ദർശനങ്ങളും മതങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ഭാഗമായിട്ട് മാറുകയും ശാസ്ത്രത്തിൻ്റെ ഭാഗമായി മാറുകയും അതിൽ നിന്നൊക്കെ ഉള്ള നന്മകളെ നമ്മൾ പൂർണ്ണമായും ഇൻഹെറിറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ അവകാശികളാവുകയും അത് സമൂഹത്തിന് എതിരാവുമ്പോൾ ഈ വ്യവസ്ഥാപിതമായ നിയമങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും എതിരാകുമ്പോൾ മാത്രം അവയെ ചെറുക്കുകയും ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ദർശനം മാറണം എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അതായത് പണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസം ആവിർഭവിച്ച കാലത്തൊക്കെ, പ്രത്യേകിച്ച് യൂറോപ്പിൻ്റെ സാഹചര്യത്തിൽ, അവിടെ ദൈവനിഷേധം, നിരീശ്വരവാദം എന്നതൊക്കെ വളരെ ഉച്ചസ്ഥായിലുള്ളതും മാത്രമല്ല അങ്ങനെ അല്ലാത്തതൊക്കെ പൂർണ്ണമായും അന്നത്തെ മതാധിപത്യത്തിൻ്റെ കീഴിൽ അതിനെ എതിർക്കുന്നതൊക്കെ തന്നെ തെറ്റാണെന്നുള്ള ഒരവസ്ഥയിലാണ് മതവിരുദ്ധമായ ഒരു കമ്മ്യൂണിസം അവിടെ അക്കാലത്ത് ഉണ്ടായത്. നേരെ മറിച്ച് അത് പൗരസ്ത്യ ഭാഗങ്ങളിൽ അതുപോലുള്ള ഒരു സ്ഥാപനവൽക്കരിക്കപ്പെട്ട സ്വാർത്ഥ തലത്തിലുള്ള ഒരു മതവിശ്വാസം, ദൈവവിശ്വാസം ഇല്ല. ഇത് വ്യത്യസ്തമായ സംസ്കാരത്തിൽ, വ്യത്യസ്തമായ സാഹചര്യത്തിൽ, വ്യത്യസ്തമായ കാലാവസ്ഥയിൽ, വ്യത്യസ്തമായ വിഭവ സമൃദ്ധി ഉള്ള സ്ഥലങ്ങളിൽ വ്യത്യസ്തമാണ് ഈ ദർശനങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു തലത്തിലേക്ക്, അതായത് നമ്മളെ ഇതിൻ്റെ മുമ്പത്തെ മനുഷ്യൻ്റെ എല്ലാ ശാസ്ത്രീയ ആത്മീയ ഭൗതിക കണ്ടുപിടുത്തങ്ങളും എല്ലാം മനുഷ്യൻ്റെതാണെന്നും നമ്മുടേതാണ്, അതൊന്നും നമുക്ക് എതിരല്ലെന്നും, എതിരാവുമ്പോൾ മാത്രമേ ആ സങ്കല്പങ്ങളൊക്കെ എതിരാവുമ്പോൾ മാത്രം എതിർക്കപ്പെടേണ്ടതാണ്. അല്ലാതെ അതിനെ എതിർക്കുന്നതും നിരീശ്വരവാദം, അതൊന്നും തന്നെ ആലോചിച്ച് നോക്കുക. എങ്ങനെ ഒരു ഇല്ലാത്ത സാധനത്തിനെ ഇല്ല എന്ന് പറയാം? ഇപ്പം ദൈവം എന്ന് പറയുന്നതൊന്നും ഉണ്ട് എന്നാണല്ലോ അവർ പറയുന്നത്. ദൈവം എന്ന് പറഞ്ഞാൽ ഒരു സൃഷ്ടാവുണ്ട്, ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു, അത് പറഞ്ഞോട്ടെ. പക്ഷേ നമ്മളെ നിർവചനത്തിൽ അങ്ങനെയൊന്നുമില്ലല്ലോ. ഇല്ലാത്ത ഒരു സാധനം ഇല്ല എന്നാണ് ശരിക്കും നിരീശ്വരവാദികളുടെ അടിസ്ഥാന ആശയം. അത് തന്നെ തലയില്ലാത്തൊരു വാദമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇല്ലാത്ത അവരുടെ നിർവചനവും നമ്മുടെ നിർവചനവും രണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് പറയേണ്ട യാതൊരു ആവശ്യമില്ല. അത് ഇല്ലാതാവുമ്പോൾ ഇല്ലാതായിക്കോളും. അപ്പോൾ എങ്ങനെയാണ് ഇവിടെയുള്ള മറുതകൾ, ഇവിടെയുള്ള പ്രേതങ്ങൾ, ഇവിടെയുള്ള പൊട്ടിച്ചൂട്ടുകൾ അല്ലെങ്കിൽ ഒടിയന്മാരൊക്കെ ഇല്ലാതായത്? അതൊന്നും ഇല്ലാതാവാൻ ആരും പ്രവർത്തിച്ചാലല്ലോ. ഈ ഇലക്ട്രിസിറ്റി വന്നു, വെളിച്ചം വന്നു, രാത്രി അത്യാവശ്യം വെളിച്ചം എല്ലായിടത്തും ഉണ്ടായതോടുകൂടി തന്നെ അതില്ലാതായില്ല. ഇതേപോലെ
ആവശ്യമാകുമ്പോൾ സ്വന്തമായിട്ട് അതില്ലാതായിക്കോളും എന്നേ നാം മനസ്സിലാക്കേണ്ടതുള്ളൂ. അതല്ലാതെ അത് നമ്മുടെ ലക്ഷ്യമല്ല. നമ്മുടെ ലക്ഷ്യം ഇവിടെയുള്ള വിഭവങ്ങളൊക്കെ പരമാവധി താഴെയുള്ള, മേലുള്ളവരല്ല കേട്ടോ, അതാണ് നമ്മുടെ ഭരണഘടനയിലൊക്കെ മുകളിലുള്ളവർക്കൊക്കെ അവകാശം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവർക്ക് നേടിയെടുക്കാനും കഴിയും. പക്ഷെ താഴെയുള്ളവന് അതൊന്നും കിട്ടിക്കൊള്ളവില്ല. ആ ഭരണഘടനയിൽ ശുദ്ധവായുവിന്, ശുദ്ധവെള്ളത്തിന്, ശുദ്ധഭക്ഷണത്തിന്, വിനോദത്തിന്, വിശ്രമത്തിന്, ഒരു ചെറിയ വീടിന് പോലും അവകാശമില്ല, അവകാശം ഉറപ്പിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു ഭരണഘടനയാണ് വെള്ളക്കാരൻ നമുക്ക് ഉണ്ടാക്കി തന്നത്. അതിപ്പോഴും വലിയ കാര്യമായിട്ടാണ് നമ്മൾ പുരോഗമനവാദികൾ, അതായത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ട് മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യപ്പെട്ട ഇന്ത്യക്കാർ വിചാരിക്കുന്നത് വെള്ളക്കാരനാണ് വലിയ ആൾ. അതുകൊണ്ട് തന്നെ അവൻ്റെ ബ്രിട്ടീഷ് ഇന്ത്യ റൂൾസും അവനുണ്ടാക്കിയ മറ്റ് ഭാഷകളിലുള്ള റഷ്യയിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടാക്കിയ ഭരണഘടനയാണ് വലിയത് എന്ന നിലക്ക് അതിന്ന് കോപ്പി അടിച്ചപ്പോൾ വന്ന അബദ്ധമാണത്. നമ്മൾ ഇനിയെങ്കിലും നമുക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണ്, നമ്മളെ മൗലികാവകാശങ്ങൾ എന്തൊക്കെയാണ്, മൗലികാവകാശങ്ങളിൽ തന്നെ കമ്പൽസറിയായ എന്തൊക്കെ അവകാശം വേണം അത് ഉറപ്പിക്കുകയും ഓപ്ഷനിലായിട്ട് വിട്ടുകൊടുക്കുകയാണ്. ഉദാഹരണമായിട്ട് ഇപ്പോഴുള്ള നമ്മളെ ഭരണഘടനയിൽ സ്വത്തവകാശമുണ്ട്, ആയിക്കോട്ടെ, വിരോധമില്ല, ഒരു പരിധിവരെ സ്വത്തവകാശമാവാം. അതേപോലെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അതും ആവാം, ഒരു വിരോധമില്ല. വേണ്ടവർക്ക് മതി, എല്ലാവർക്കും വേണമില്ല. അതേപോലെ മത സ്വാതന്ത്ര്യമുണ്ട്, ആയിക്കോട്ടെ, അതും ആവാം. പക്ഷെ അതൊക്കെ ഓപ്ഷനിലാണ്, വേണ്ടവർക്ക് മതി, എല്ലാവർക്കും നിർബന്ധിച്ചുണ്ടാക്കേണ്ടതില്ല. നേരെ മറിച്ച് ശുദ്ധവായു, ശുദ്ധവെള്ളം, ശുദ്ധഭക്ഷണം, ജോലി, കൂലി, വീട്, വിദ്യാഭ്യാസം, ഇതൊക്കെ എല്ലാവർക്കും ആവശ്യമാണ്. ഇത് വേണ്ടെന്നായിരിക്കും പറയാൻ കഴിയണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സമഗ്രമായ മാറ്റത്തിലേക്കാണ് നാം സാമാന്യ ആപേക്ഷികതയോടുകൂടി എത്തിപ്പെടേണ്ടത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നേതൃത്വം വഹിക്കുമ്പോഴാണ് അത് കൂടുതൽ നന്നാവുക എന്ന് വിചാരിച്ച് അവരത് സാധാരണ അതിന് പാകമല്ലാത്ത ഒരു സമൂഹത്തെ അടിച്ചേൽപ്പിക്കേണ്ട അവസ്ഥയൊന്നുമില്ല. ആ സമൂഹത്തിൽ ചർച്ച ചെയ്ത് അവിടുന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന, അവർക്ക് അവകാശബോധമുണ്ട് എന്ന് തോന്നുന്ന ആ അവകാശങ്ങളെ മാത്രം ഉറപ്പാക്കുന്ന ഒരു ഭരണഘടനയാണ് വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്രേ ഇപ്പോൾ പറയുന്നുള്ളൂ. ഇത് എല്ലാവരും കേൾക്കണമെന്നില്ല. ഇത് അരോചകമായി തോന്നുന്നവർ നിർത്തണം, കാണരുത്. അല്ലാത്തവർ, ഇത് ഗൗരവമായി എടുക്കുന്നവർ ഇത് കാണണം, ചർച്ച ചെയ്യണം, സംശയങ്ങൾ ഉന്നയിക്കണം. മാത്രമല്ല ഇതിനെ പരിപോഷിപ്പിക്കുകയും വേണം. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.